നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടാണെന്ന്. അപ്പോഴേക്കും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും സജീവമാണ് ഈ കലാശക്കൊട്ടിലും. അതെങ്ങനെ, എത്രത്തോളം അത് വോട്ടിനെ സ്വാധീനിക്കും? സാധാരണ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. പുതിയ ആരോപണങ്ങൾ വരും, പുതിയ വെളിപ്പെടുത്തലുകൾ വരും. എല്ലാം എപ്പോഴും പൂർണ്ണമായി ശരിയായിക്കൊള്ളണമെന്നില്ല. ആളുകളിൽ സംശയവും അല്ലെങ്കിൽ വോട്ട് മറിക്കാൻ വേണ്ടിയൊക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ മാത്യു കുഴൽനാടൻ, മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം പുതിയ ആരോപണമല്ല. പക്ഷെ അദ്ദേഹം പഴയ ഒരു ആരോപണത്തിന് ബലം കൊടുക്കുന്ന തരത്തില് ഭരണകക്ഷിയിലെ ഒരു മന്ത്രി നടത്തിയ ഒരു ഫോൺ സന്ദേശത്തിന്റെ ക്ലിപ്പിംഗ് ആണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. മന്ത്രി എന്ന് പറയുന്ന കാര്യമല്ല, മന്ത്രി കെ കൃഷ്ണൻകുട്ടി എന്താ പറഞ്ഞെന്ന് വെച്ചാല്, അന്നുണ്ടായ ആരോപണം, അതായത് 2018 പ്രളയം, ആ പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നു എന്നുള്ളതാണ്. അതായത് അന്ന് ഡാമുകൾ തുറക്കാതെ നീട്ടിക്കൊണ്ടുപോയി അവസാന നിമിഷം മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് തുറന്നു വിട്ട് ഒരു വൻ പ്രളയം ഉണ്ടാക്കിയായിരുന്നു കേരളത്തിൽ നിന്നുള്ളതായിരുന്നു ആരോപണം. അതുകൊണ്ട് അന്ന് പലരും ഉന്നയിച്ചിട്ടുണ്ട്. അത് ആദ്യമേ കുഴൽനാടൻ നിയമസഭയിൽ കുഴൽനാടൻ പറഞ്ഞു. എനിക്കൊന്ന ഒരു തോമസ് ജോസഫ് എന്ന് പറയുന്ന ഒരു IMന്റെ പ്രൊഫസർ ഇതേക്കുറിച്ച് കുറച്ച് സ്റ്റഡി നടത്തി അദ്ദേഹം ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ആരും അത് മുഖവിലേക്ക് എടുത്തില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതം എന്ന് പറയുമ്പോൾ ഇത് ഒരു സർക്കാരിന് പറ്റിയ ഒരു വീഴ്ചയായിട്ട് ഇതുവരെ കരുതിയിരുന്നുള്ളൂ. കാരണം ഇത് സർക്കാർ വൈദ്യുതി കൂടുതൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടുക്കി ഡാം ഉൾപ്പെടെയുള്ള ചില ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നു വിടാതെ കൂടുതൽ ശേഖരിച്ച് വെച്ചു. അവസാനം വലിയൊരു മഴ വന്ന, വലിയൊരു അനിയന്ത്രിതമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രളയം, ഒരു മഴ വന്നപ്പോൾ ഇത് തുറന്നു വിടേണ്ടി വന്നപ്പോൾ മഴയും ഈ ഡാമിലെ വെള്ളവും കൂടെ ചേർന്ന് ഇവിടെ പ്രളയം ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു. അപ്പം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന ആരോപണം അതല്ല. ഈ ഗുരുതരമായ ആരോപണത്തിന് പിന്നിൽ വലിയൊരു അഴിമതി നടന്നുള്ളതാണ്. അതാണ് മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നത്. അതാണ് മന്ത്രി പറയുന്നത്. അതായത് ചിലർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചില സ്പിൽവേകളും ചില ഡാമുകളും ഒക്കെ സമയത്ത് തുറന്നു വിടാതിരുന്നു. പിന്നീട് അത് തുറന്നു വിട്ട് ആവശ്യമില്ലാത്ത പ്രളയം ഉണ്ടാക്കി. അങ്ങേക്ക് തന്നെ അറിയാമല്ലോ, ചെങ്ങന്നൂരിലെ MLA അത് സജി ചെറിയാൻ അന്ന് ഉണ്ടാക്കിയ ബഹളം എന്താ നമ്മൾ ഓർക്കുന്നുണ്ട്. അദ്ദേഹം കരയുന്ന നാടകമാണ് എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും സജി ചെറിയാന്റെ ആ കരച്ചിലിന്റെ ഒക്കെ പിന്നില് ഉണ്ടായ സംഭവമാണ് ഇപ്പോൾ ഈ മാത്യു കുഴൽനാടൻ ഒരു ആരോപണമായി പുറത്തുവിടുന്നത്. അപ്പൊ ഇതിന്റെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പില് UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ഉണ്ടാവും. അന്വേഷിക്കാവുന്ന ഒരു വിഷയമാണ്. അന്വേഷണം ഉണ്ടാകണം. തെറ്റുകാർ ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇത് ഒന്നും രണ്ടും വിഷയങ്ങളല്ല ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇത് ഒരു ചെറിയൊരു വിഷയം മാത്രം. ഇതിലൊക്കെ എത്രയോ വലിയ വലിയ വിഷയങ്ങളുണ്ട്. പല വിഷയങ്ങളും നേരത്തെ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഇനി ഫർദറായിട്ടുള്ള അന്വേഷണങ്ങളും പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ വരുന്നേക്കാം. പക്ഷെ ഇതിപ്പോ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു സംഗതിയാണ് ഈ പ്രളയം. കാരണം 2018 പ്രളയം കേരളത്തിൽ ഉണ്ടാക്കിയ ആഘാതം, പക്ഷെ ആ പ്രളയവും അതിനെ തുടർന്നുണ്ടായ കോവിഡും കൂടെ ചേർന്നാണ് സർക്കാരിനെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവന്നത്. കാരണം ഇതൊക്കെ മാനേജ് ചെയ്യുന്നതിൽ സർക്കാർ നന്നായി വിജയിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അത് തിരിച്ചടിക്കുകയാണ്. ക്രൈസിസ് വന്നപ്പോൾ സർക്കാർ വളരെ വേണ്ട രീതിയിൽ അത് ലോക മാതൃകയാണ്. അതെ, അത് ആ കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പക്ഷെ പ്രളയം ഉണ്ടായതിനെ സംബന്ധിച്ചാണ് ഇപ്പൊ ഒരു ആരോപണം വന്നിരിക്കുന്നത്. ഇതിന്റെ വിശ്വാസ്യത വന്നിരിക്കുന്നത് ഈ മന്ത്രി കൃഷ്ണൻകുട്ടി തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നുള്ളതാണ്. അവിടെയാണ് കൃഷ്ണൻകുട്ടിയുടെ വോയിസ് കൃത്യമായി അത് അഡ്രസ് ചെയ്യാൻ, അത് സാക്ഷ്യപ്പെടുത്താൻ, അത് അവരുടെ പാർട്ടിയിലെ ഒരു യുവ നേതാവിനെ വരെ മാത്യു കുഴൽനാടൻ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോ അടുത്ത 2 ദിവസം ഇന്നുകൊണ്ട് കലാശക്കൊട്ടായി. അപ്പൊ അടുത്തത് 2 ദിവസത്തേക്ക് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന എനിക്ക് തോന്നുന്നു ഈ വിഷയമായിരിക്കും. കാരണം എല്ലാ ജനങ്ങളെയും ബാധിച്ചാണ്, കേരളത്തെ മൊത്തം ബാധിച്ച ഒരു പ്രളയമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രദേശത്തോ ഒരു ഭാഗത്തോ മാത്രം ഒതുങ്ങി നിന്നതല്ല. കക്കി ഡാം, ഇടുക്കി ഡാം, കേരളത്തിലെ പല ഡാമുകളും ഇതുപോലെ അന്ന് തുറന്നുവിട്ട് വലിയ പ്രളയമുണ്ടായി. ഒത്തിരി ആൾക്കാർക്ക് കൃഷിനാശവും സാമ്പത്തിക നാശവും വീടുകൾ നശിക്കുകയും ഒത്തിരി ഭയങ്കരമായ നഷ്ടമാണ്. സർക്കാർ അതിനു വേണ്ടി പ്രത്യേക ഫണ്ട് ശേഖരിച്ചു. ആ ഫണ്ട് ശേഖരണം ചെലവഴിച്ചതിനെ കുറിച്ച് തന്നെ ആരോപണങ്ങളുണ്ടായി. അപ്പൊ അതുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്.